വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 2 പത്രോസ് 1:4 ഇപ്രകാരം വായിക്കുന്നു: ദൈവം നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിന് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ അനവധിയാണ്. യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിച്ച്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിനക്കുള്ളതെല്ലാം വിട്ട് പോക എന്ന് പറയുമ്പോൾ നൽകിയ വാഗ്ദാനമാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കും, നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഉൽപ്പത്തി 12:2. അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിൽ വേറൊരു അനുഗ്രഹം നൽകി. നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും. ഉൽപ്പത്തി 18:10. ഈ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം ആണ് ഉൽപ്പത്തി 21-ാം അധ്യായം. തൻ്റെ ജനമായ ഇസ്രായേലിന് നൽകിയ വാഗ്ദത്തം, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. പുറപ്പാട് 19:5. ദൈവം നമുക്കായി നൽകിയ വാഗ്ദാനമാണ് യേശുക്രിസ്തു എന്ന തൻ്റെ ഏകജാതനായ പുത്രൻ. ദൈവക്ക് നൽകിയ വിലയേറിയതും അതിമഹത്വമായ യേശുക്രിസ്തുവിനായി നമുക്ക് നന്ദി പറയാം. മക്കൾ ഇല്ലാതിരുന്ന ഹന്ന മനോവ്യസനത്തോടെ വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഒരു നേർച്ച നേരുകയും ചെയ്തു എന്ന് 1 ശമൂവേൽ 1:10 വായിക്കുന്നു. ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം നൽകിയ മറുപടിയാണ് തനിക്ക് ജനിച്ച ശമൂവേൽ ബാലൻ. ദൈവത്തിൻ്റെ വാഗ്ദത്ത പൂർത്തീകരണത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഹന്ന പാടിയ പാട്ടാണ് 1 ശമൂവേൽ 2:1 മുതൽ ഉള്ള വാക്യങ്ങൾ. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദത്തങ്ങൾക്കായും ഹന്നയെപ്പോലെ നാമും നന്ദി പറയണം. വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവവചനം വിശ്വസിക്കുന്നതും വചനത്തിൽ ആശ്രയിക്കുന്നതും. വിശ്വസിച്ച് വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ച പൂർവ്വപിതാക്കന്മാരെക്കുറിച്ച് ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പിതാക്കന്മാരിൽ ചിലർ വിശ്വാസത്താൽ നന്മയും ചിലർ വിശ്വാസത്താൽ തിന്മയും അനുഭവിച്ചു. എന്നാൽ നന്മയും തിന്മയും അനുഭവിച്ച എല്ലാവരും വിശ്വാസത്താൽ ജീവിതം നയിച്ചു. ചിലർ രാജ്യങ്ങൾ കീഴടക്കി, ചിലർ നീതി നടത്തി, സിംഹങ്ങളുടെ വായ് അടച്ചു, തീയുടെ ബലം കെടുത്തു. എന്നാൽ മറ്റു ചിലരോ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് അടികൊണ്ടു, പരിഹാസം, ചമ്മട്ടി, തടവ്, ചങ്ങല ഇവയാളുടെ പരീക്ഷ അനുഭവിച്ചു. പ്രതികൂലങ്ങളിൽ അവർ പതറിയില്ല. എന്തുകൊണ്ടെന്നാൽ അവരെല്ലാവരും ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. പൂർവ്വപിതാക്കന്മാർക്കുള്ളതുപോലെയുള്ള അനുഭവം നമുക്കും ഉണ്ടാവാം. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ പതറാതെ നിൽക്കുവാൻ നമുക്ക് ശക്തി തരുന്നത് ദൈവിക വാഗ്ദത്തങ്ങൾ ആണ്. ദൈവിക വാഗ്ദത്തങ്ങളെ ആഘോഷമാക്കിയ 2 സ്ത്രീകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനമാണ് ലൂക്കോസ് 1:39 മുതൽ 35 വാക്യങ്ങൾ. ഗലീലയിലെ നസറത്തിലുള്ള മറിയയും യെരുശലേമിന് 7 കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഐൻകരീം ഗ്രാമത്തിലെ എലിസബത്തും. ഗബ്രിയേൽ ദൂതനിൽ കൂടി ലഭിച്ച ദൈവിക വാഗ്ദത്തെ ഏറ്റെടുത്തുകൊണ്ട് മറിയ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതാണ് സന്ദർഭം. ദൈവിക വാഗ്ദത്താൽ സന്തോഷം അനുഭവിച്ച 3 പേരെക്കുറിച്ച് ഈ തിരുവചന ഭാഗത്ത് പറയുന്നുണ്ട്. ഒന്ന് എലിസബത്ത്. എലിസബത്തിന് സന്തോഷത്തിന് കാരണം മച്ചി എന്ന് പറഞ്ഞ് മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട താൻ ഇന്ന് 6 മാസം ഗർഭിണിയാണ്. ദൈവിക വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസമാണ് അവളെ വാർദ്ധക്യത്തിൽ പുത്രോത്പാദനത്തിന് ഒരുക്കിയത്. മക്കളില്ലാതെ നിരാശയിലും ഭാരത്തിലും കഴിയുന്നവർ പൂർണ്ണമായി ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമെങ്കിൽ ഒരിക്കലും നിരാശ അനുഭവിക്കില്ല. നിരാശ മാറ്റി അനുഗ്രഹം പ്രാപിച്ച് സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയും, നിശ്ചയമായും കഴിയും. 2 ഗർഭസ്ഥ ശിശു. മറിയയുടെ വന്ദനസ്ഥലം എലിസബത്തിൻ്റെ ഉള്ളിൽ രൂപം കൊണ്ടിരുന്ന കുഞ്ഞിനെ തുള്ളിച്ചു. മണവാളിൻ്റെ സ്വരം കേട്ട് മണവാളിൻ്റെ സ്നേഹിതൻ അത്യന്തം സന്തോഷിക്കുന്നു എന്ന് യോഹന്നാൻ 3:29 പറഞ്ഞിരിക്കുന്നത് പോലെ മണവാളനായ ക്രിസ്തുവിൻ്റെ സ്വരം കേട്ട് മണവാളിൻ്റെ സ്നേഹിതൻ ആയിത്തീരേണ്ടുന്ന ഗർഭസ്ഥ ശിശു
സന്തോഷിക്കണം. 3 മറിയ, ദൈവത്തിൻ്റെ വാഗ്ദാനം ലഭിച്ച ഞാൻ അനുഗ്രഹം പ്രാപിച്ചവളും കൃപ നിറഞ്ഞവളുമായി തീർന്നിരിക്കുന്നു എന്ന അറിവ് മറിയയെ സന്തോഷിപ്പിച്ചു. മറിയയ്ക്ക് ലഭിച്ച കൃപ ലൂക്കോസ് 1:28 ലഭിച്ച അനുഗ്രഹം ലൂക്കോസ് 1:42 വായിക്കുന്നു. മറിയയ്ക്ക് ലഭിച്ച കൃപയുടെ വാഗ്ദാനം ഗബ്രിയേൽ ദൂതനിൽ കൂടിയും അനുഗ്രഹവാക്ക് എലിശബത്തിൽ കൂടിയുമാണ് ലഭിച്ചത്. മറിയയുടെ സന്തോഷത്തിൽ പാട്ടായി പുറത്തു വന്നു. മറിയയുടെ പാട്ട് എന്നറിയപ്പെടുന്ന ഈ പാട്ട് ലൂക്കോസ് 1:46 മുതൽ 55 ഭാഗത്ത് വായിക്കുന്നു. ദൈവം നമുക്ക് അനവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അവയെ കണ്ടെത്തുവാനും അവ അനുഭവമാക്കി സന്തോഷിക്കുവാനും ആവശ്യമായ കൃപയ്ക്കായി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്കായി നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ജീവിതത്തിൻ്റെ അനുഭവമായി തീർന്ന് സന്തോഷിപ്പാൻ തക്കവണ്ണം എന്നെയും സഹായിക്കണമേ. ആമേൻ.